സാവരിയ ബസന്ത് ഇസ്ലാമിക മതവെറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇര. 1000 സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പഠിക്കാൻ പോയ ആ പെൺകുട്ടി തിരിച്ചെത്തിയത് ജീവനറ്റ്. അവൾ ചെയ്ത തെറ്റെന്തായിരുന്നു? ജാതിയോ മതമോ നോക്കാതെ ഒരുവനെ സുഹൃത്താക്കി. ഇസ്ലാം മതം സ്വീകരിക്കാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ എതിർത്തു. പിന്നീട് സംഭവിച്ചതോ? സദറുൽ അനത്തിന്റെ പൈശാചിക ക്രൂരതയ്ക്കിരയായ അവൾ തല്ലിച്ചതയ്ക്കപ്പെട്ട മൃതശരീരമായി മാറി. ബുക്കാറോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു സാവരിയയും സദറുൽ അനമും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സാവരിയ MBBS പഠനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയി. അവിടെ വെച്ച് മലപ്പുറം സ്വദേശി സദറുൽ അനമിനെ പരിചയപ്പെടുന്നു. സാവരിയയുടെ സൗഹൃദം തീർത്തും നിഷ്കളങ്കമായിരുന്നു. എന്നാൽ കഴുകൻ കണ്ണുകളുമായി വന്ന സദറുലിന് ലക്ഷ്യം മറ്റൊന്നായിരുന്നു: സാവരിയ ബസന്തിനെ ഇസ്ലാമാക്കുക. എന്നാൽ ഇതിന് സാവരിയ വിസമ്മതിക്കുന്ന ഘട്ടം മുതൽ സദറുലിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചു. ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. ഒടുവിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് സ്വന്തം സുഹൃത്തിനെ നിഷ്ഠൂരമായി കൊന്നു. വളരെ ബ്രൂട്ടലായിട്ട്, അതായത് ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അവിടുത്തെ ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നതൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് മുതൽ സാവരിയ തടവിലായിരുന്നു. വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധപ്പെടാനായില്ല. മെസ്സേജുകൾ റീഡ് ചെയ്തുവെങ്കിലും മറുപടിയുണ്ടായില്ല. സദറുലിന്റെ കുടുംബം പെൺകുട്ടിയെ തുടർച്ചയായി വിളിച്ചിരുന്നു. സാവരിയയെ മതം മാറ്റാൻ സംഘടിതമായ ശ്രമമാണ് നടന്നിരുന്നത്. ഇതിന് സദറുൽ അനമിന് പ്രാദേശിക സഹായവും ലഭിച്ചിരിക്കാനാണ് സാധ്യത. എനിക്കങ്ങനെ ഇപ്പോഴൊക്കെ അങ്ങനെ സംശയം തോന്നുന്നു. കാരണം വിളിച്ചാലെപ്പോഴും ഫോൺ എടുക്കുന്നതാണ്. കാരണം 4 തവണ ഞാൻ വിളിച്ചപ്പോൾ പോലും എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. പിന്നെ മരിക്കുന്ന രാവിലെ വരെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ അന്നേരം ഓൺലൈനിൽ കാണുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതും ഈ ഒരു തരത്തിൽ ഇത് ഇവൻ തന്നെ, ഈ കൊലപാതകി തന്നെ അയച്ച മെസ്സേജ് ആവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ വരുന്നത്. ഒരു വോയിസ് എങ്കിലും അയച്ചിട്ട് നമുക്ക് പറയായിരുന്നു മോളാണെന്നുള്ളത്. അപ്പോൾ അത് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. കൂടെ ഉള്ള സീനിയേഴ്സാണ് അവർ പറയുന്ന 2 ദിവസമായിട്ട് സാവരിയനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ ദേഹത്തുള്ള പാടുകൾ കാണുമ്പം ഒരു നിമിഷം കൊണ്ട് വന്ന പാടുകളല്ല, അത് വെച്ചാൽ അങ്ങനെ മർദ്ദിച്ചിട്ട് ഒരു സമയം കഴിയുമ്പോഴാണ് ആ കറുപ്പായിട്ട് വരിക. ശരീരം മൊത്തം അതേപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് സൈഡും ബാക്കും ഫുള്ള്. സാവരിയയുടെ കൊലപാതക കേസിൽ മുസ്ലിം ലീഗും ആരോപണ വിധേയരാണ്. ബൊക്കാറോ സർവകലാശാലയിലേക്ക് കേരളത്തിൽ നിന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളിലൊന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് റാഷിദ് അലി ശിഹാബ് തങ്ങളുടേതാണ്. സംഘടിത മതപരിവർത്തനത്തിന് ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര ലോബി ഇതിനു പിറകിൽ ഉണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ്. ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേത്. സാവരിയയുടെ ശരീരമാസകലം മുറിവുകളും ചതവുകളും. നെഞ്ചത്ത് പലതവണ ആഞ്ഞു ചവിട്ടേറ്റു. അടിയേറ്റ് ചതഞ്ഞറിയാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നില്ലായിരുന്നു. ലാപ്ടോപ്പ് കൊണ്ട് നിരവധി തവണ തലക്കടിച്ചാണ് സദറുൽ അനം തന്റെ മതവെറി
ആത്മസുഹൃത്തിനോട് തീർത്തത്. സാവരിയയുടെ കൊലപാതകത്തിന്റെ കാരണം ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമെന്ന് കുടുംബം തന്നെയാണ് ആദ്യം വ്യക്തമാക്കിയത്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്, അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മതം മാറാൻ വിസമ്മതിച്ചതിന് 23-കാരി അതിക്രൂരമായ കൊലപാതകത്തിന് ഇരയായിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ബോധപൂർവമായ മൗനം പാലിക്കുകയാണ്. ലവ് ജിഹാദ് ഇല്ലെന്നും കേരള സ്റ്റോറി പ്രൊപ്പഗണ്ടയാണെന്നും അവർ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. പൊതുവ സമൂഹത്തിന്റെ മുമ്പിലൊക്കെ വളരെ വർഷക്കാലമായി നമ്മൾ പറയുന്നതാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് ഉണ്ട്. ആ ലവ് ജിഹാദൊക്കെ തന്നെ ഇന്ന് ജനോസൈഡ് ജിഹാദായി മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു വംശഹത്യയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു പെൺകുട്ടികളെ പ്രേമം നടിച്ചുകൊണ്ട് വിവാഹം നടത്തുകയും അതിനുശേഷം ഈ പെൺകുട്ടികൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കല്യാണം കഴിച്ച പയ്യനാൽ കൊല്ലപ്പെടുന്ന രീതിയിൽ വളരെ വ്യാപകമായി കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ധാരാളം സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതിൻ്റെ പിറകിലുള്ള പ്രവർത്തിക്കുന്ന ചില ഏജൻസികളുണ്ട്. അത് ചില വിദ്യാഭ്യാസ ഏജൻസികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ എടുപ്പിച്ച് കൊണ്ടുപോയതിന് ശേഷം ഇത്തരത്തിൽ ട്രാപ്പിൽ പെടുത്താനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ധാരാളം ഏജൻസികൾ ഇന്ന് കേരളത്തിൽ കൂണുപോലെ വളർന്നു വരികയാണ്. സാവരിയയുടെ കുടുംബത്തിന് ആശ്വാസമായി ഹിന്ദു ഐക്യവേദി നേതാക്കളും ഹിന്ദു സാമുദായിക നേതാക്കളും എത്തി. സാവരിയയുടെ കുടുംബം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറോട് വെളിപ്പെടുത്തിയത്. മലപ്പുറം ജില്ലയിലെ പ്ലാമന്തോളുകാരനാണ് പ്രതി. ഈ പ്രതിയുടെ ഉമ്മ അവർ അധ്യാപിക കൂടിയാണ്. ഈ ഉമ്മ എന്തിനാണ് ഈ കുട്ടിയെ പലപ്പോഴും വിളിച്ചിരുന്നത്? ഈ സാവരിയ എന്ന കുട്ടിയെ പലപ്പോഴും എന്തിനാണ് ഈ ഉമ്മ, അത് തെളിയിക്കാൻ കഴിയുന്നത് ഫോൺ രേഖകളുള്ളതാണ്, എന്തിനാണ് ഈ ഉമ്മ ഈ കുട്ടിയെ പലവട്ടം വിളിച്ചിരുന്നത്? അപ്പോൾ തീർച്ചയായും ആ ഉമ്മയെയും ഇതിൽ പ്രതി ചേർക്കണം. അപ്പോൾ ഇത് ഇവരെല്ലാം കൂടി അറിഞ്ഞുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി നടത്തുന്നൊരു സംവിധാനമാണ്. നമുക്ക് ഇപ്പോൾ അഖില ഹോമിയോപ്പതി പഠിക്കാൻ പോയിരുന്ന കുട്ടിയാണ്. ഹാദിയായി മാറിയ അഖില ആറ്റുകാലിലെ നിമിഷ ഡെൻ്റൽ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും മെഡിക്കൽ സ്ഥാപനങ്ങൾ കൂടുതൽ ഈ മതപരിവർത്തനത്തിൻ്റെ വേദിയാകുന്നുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ആ കുട്ടിയുടെ ബന്ധു ഉസ്ബെക്കിസ്ഥാനിൽ പോയതിന് ശേഷം അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളോടും പറഞ്ഞു, അവിടെ മതപരിവർത്തനം അതിൽ ആരോപിക്കുന്നുണ്ട്. ഈവൻ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നു. എന്ത് കുറ്റത്തിലാണ്? ഒരു ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചിട്ടല്ല, കാരണം മൃഗീയമായി തല്ലി ചതച്ചിരിക്കുന്നു. ആ ദേഹത്ത് കരിവാളിക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. കൊലപാതകം നടന്നത് വിദേശത്തായിട്ടും കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. രാജ്യത്തിന് പുറത്തു നടന്ന കൊലപാതകം എങ്ങനെ ക്രൈംബ്രാഞ്ചിന് തെളിയിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. CBI വരണമെന്ന് BJPയും ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നു. പ്രാഥമിക അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം അടിയന്തരമായിട്ട് നടത്തി ഇതിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട ഏജൻസികളെ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ബന്ധുവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവിടെയുള്ള പ്രാദേശികമായ ചില ആൾക്കാർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കേസ് അട്ടിമറിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ശക്തമായ ഒരു അന്വേഷണമാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി വന്ന് അദ്ദേഹം ഇതിനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രിയോട് BJPക്ക് ചോദിക്കാനുള്ളത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത് തീർച്ചയായും അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി CBI അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. കേവലം 6 മാസം മാത്രം പരിചയമുള്ള ഒരു പെൺ സുഹൃത്തിനോട് ഇത്രയും നീചമായി സദറുൾ അനമിന് പെരുമാറേണ്ടി വരില്ല എന്നതാണ് സത്യം. പ്രണയത്തിലൂടെയും സൗഹൃദത്തിലൂടെയും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാമികവൽക്കരിക്കാൻ ജിഹാദികൾ നടത്തുന്ന കൊടും ക്രൂരതയുടെ മറ്റൊരു ഇര മാത്രമാണ് സാവരിയ വസന്ത്. കഴിഞ്ഞ വർഷമാണ് കോതമംഗലത്ത് ക്രിസ്ത്യൻ പെൺകുട്ടി സോന എൽദോസ് ലവ് ജിഹാദിനെ തുടർന്ന് ജീവനൊടുക്കിയത്. നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, അനുജ എന്നിവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ലവ് ജിഹാദ് ഇല്ലെന്ന് വാദിക്കുന്നവർക്ക് മിണ്ടാട്ടമില്ല. ഇതിന്റെ സാമൂഹിക പ്രത്യാഘാതത്തെക്കുറിച്ച്
ഹൈന്ദവ സാമുദായിക സംഘടനകളും KCBC ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകളും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. എന്നാൽ സെലക്റ്റീവ് മതേതരത്വവുമായി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ ഭരണകൂടങ്ങൾ മത്സരിക്കുമ്പോൾ സാവരിയമാർ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കരുതിയിരിക്കേണ്ടത് നമ്മളാണ്.